വയനാട് ഉരുൾപൊട്ടലുണ്ടായ ഇടങ്ങളിൽ ഇന്ന് ജനകീയ തെരച്ചിലാണ്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലാണ് ജനകീയ പങ്കാളിത്തത്തോടെ തെരച്ചിൽ നടക്കുക. ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി തെരച്ചിലിൽ ഉൾപ്പെടുത്തും. ഇനിയും കണ്ടെത്താനുള്ള 131 പേരുടെ പേരുവിവരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദുരന്ത മേഖലകൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ എത്തുകയാണ്. കേന്ദ്ര സംഘവും ഇന്ന് ജില്ലയിലെത്തും. വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്നും മിഥുൻ മുരളി, അതുപോലെ തന്നെ ഐസൺ ജോസ് എന്നിവർ ചേരുന്നു. ആദ്യം ഐസൺ ജോസിലേക്ക്. ഐസൺ, കേന്ദ്ര സംഘം ഇന്ന് വയനാട്ടിലെത്തുകയാണ്. അതുമാത്രമല്ല, ജനകീയ തെരച്ചിലാണ് ഇന്ന് നടത്തുന്നത്. ഇത്രയും ദിവസം സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ, NDRFിൻ്റെ നേതൃത്വത്തിൽ, കേരള പോലീസ്, അതേപോലെ തന്നെ ഫയർഫോഴ്സ്, പ്രത്യേക സേവന സന്നദ്ധരായ ആളുകൾ, ഇവരൊക്കെയാണ് അവിടെ തെരച്ചിൽ നടത്തുന്നത്. ഇന്ന് ജനകീയ തെരച്ചിൽ നടക്കുന്നു. കേന്ദ്ര സംഘം എത്തുന്നു. നാളെ പ്രധാനമന്ത്രി എത്തുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, ഇന്ന് കേന്ദ്ര സംഘം എത്തുന്നു എന്നത് തന്നെയാണ് ഇന്ന് ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, കേന്ദ്ര സംഘത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറിയാണ് നയിക്കുന്നത്. അദ്ദേഹം നയിക്കുന്ന സംഘത്തിൽ സാങ്കേതിക വിദഗ്ധരുണ്ട്, അതുപോലെ തന്നെ ശാസ്ത്ര വിദഗ്ധരുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങളെല്ലാം തന്നെ പഠിക്കുന്നതിനുള്ള വിദഗ്ധരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് 10 മണിയോടെ, അതായത് അല്പസമയത്തിനകം കൽപ്പറ്റയിലെ പ്രധാന ക്യാമ്പായ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ, അതായത് നമുക്ക് ഹെലികോപ്റ്റർ ഓപ്പറേഷൻസ് ഒക്കെ നടന്നിരുന്ന SKMJ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ദൗത്യ സംഘം, അതായത് കേന്ദ്ര സംഘം എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അവർ ഇന്നലെ കോഴിക്കോട് എല്ലാവരും എത്തിയതിന് ശേഷം ഒരു ജനറൽ ബ്രീഫിങ്ങിന് ശേഷം കോഴിക്കോട് നിന്നും ഇവിടേക്ക് പുറപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. 10 മണിയോടുകൂടി അവരെല്ലാവരും ഇവിടെ എത്തും. ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അനുബന്ധമായ നിരവധി സ്ഥാപനങ്ങൾ, നിരവധി വിഭാഗങ്ങളുടെ വിദഗ്ധരും ശാസ്ത്രജ്ഞരും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു സംഘത്തെയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നയിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ 2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം കൃത്യമായൊരു റിപ്പോർട്ട്, ഷെഡ്യൂളുകളൊന്നും തന്നെ, ഏത് രീതിയിലാണ് സന്ദർശനം എന്ന ഷെഡ്യൂളുകളൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി ദുരന്തബാധിത പ്രദേശങ്ങളിൽ മാക്സിമം സന്ദർശനം നടത്തുക എന്നത് തന്നെയാണ് ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാകും വയനാടിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ന് തന്നെ ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ ആ പ്രത്യേക പാക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ ആ പാക്കേജ് ഏത് രീതിയിലായിരിക്കണം? അത് ഈ തകർന്നടിഞ്ഞ പ്രദേശങ്ങളുടെ പുനർനിർമ്മാണം ആവശ്യമുണ്ട്, റോഡുകളുടെ പുനർനിർമ്മാണം ആവശ്യമുണ്ട്, അത്തരത്തിലുള്ള ആവശ്യങ്ങളും, അതുപോലെ തന്നെ അവിടെയുള്ള, അതായത് ഇവിടെയുള്ള താമസക്കാരുടെ പുനരധിവാസം സംബന്ധിച്ച് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതും വീട് പണിയുന്നതും ഉൾപ്പെടെ വലിയ തോതിലുള്ള ഒരു പദ്ധതി ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊന്നും ഇതുവരെ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കൃത്യമായി അത് നമുക്ക് പുറത്തു പറയാനുള്ള ഒരു സാഹചര്യമില്ല എന്നതേ ഉള്ളൂ. എന്ത് തന്നെയായാലും വലിയൊരു പാക്കേജ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം നാളെയാണ് ഇവിടെ എത്തുന്നത്. അതിൻ്റെ ട്രയൽ റൺ പരിപാടികളെല്ലാം തന്നെ, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള ട്രയൽ റണ്ണുകളെല്ലാം തന്നെ അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് തന്നെ ഈ പോലീസിൽ നിന്നെല്ലാം നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ, വിനോദ് പറഞ്ഞതുപോലെ, ഈ ജനകീയ തെരച്ചിലാണെന്ന് നടക്കുന്നത്. ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രൊഫഷണൽ സംവിധാനമാണ് നേരത്തെ എല്ലാം തെരച്ചിൽ നടത്തിയിരുന്നത്. ആർമി, അതുപോലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളായ എയർ ഡ്രോപ്പിംഗ്, അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അത്തരത്തിലുള്ള വിവിധങ്ങളായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള വിദഗ്ധരുടെ പരിശോധന, കാര്യക്ഷമതയുള്ളവരുടെ, അതിന് പ്രാപ്തരായവരുടെ, ആ മേഖലകളിൽ പ്രാവീണ്യം നേടിയവരുടെ സെർച്ചാണ് നടന്നിരുന്നെങ്കിൽ ഇന്ന് ജനകീയമായ ഒരു അന്വേഷണം നടത്തുക, ജനങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടെ ആ പ്രദേശത്തേക്ക് കൊണ്ടുപോയി വിശാലമായ തെരച്ചിൽ നടത്തുക എന്നതാണ് ആ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്തെല്ലാം തന്നെ ശക്തമായ വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് എല്ലാം സാധ്യമാകുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല, ഈ അപകട മേഖല എന്ന് കൃത്യമായി സോൺ ചെയ്യാനും കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ വിദഗ്ധരുടെ പരിശോധനയിൽ അപകട മേഖല, ഇത്തരത്തിലുള്ള അവിദഗ്ധരായ അല്ലെങ്കിൽ സാധാരണക്കാരെത്തുമ്പോൾ അത് അപകടകരമായി മാറാതിരിക്കാനുള്ള മാർക്കിങ്ങുകളെല്ലാം തന്നെ നടത്തിയതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അഡീഷണൽ സെക്രട്ടറി നയിക്കുന്ന പ്രത്യേക സംഘം ഇവിടെ എത്തുന്നു. ഇന്ത്യൻ മിനിസ്റ്റീരിയൽ സംഘം വയനാട് എത്തുന്നു. അല്പസമയത്തിനകം, ഏതാണ്ട് 10 മണിയോടുകൂടി നമുക്ക് അത് സംബന്ധിച്ച് കൂടുതൽ പുതിയ വാർത്തകൾ നൽകാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ കേന്ദ്രം നൽകാനിരിക്കുന്ന സഹായത്തിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ പ്രത്യാശയിൽ തന്നെയാണ് വയനാട്ടിലെയും അതുപോലെ തന്നെ ദുരന്തബാധിത പ്രദേശങ്ങളിലെയും ജനങ്ങളും. ഐസൺ ജോസ്, അതേപോലെ ഒരു കാര്യം, ആ സന്ദർശനത്തിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമായിട്ടില്ല എങ്കിൽ പോലും പ്രധാനമന്ത്രി വരുമ്പോൾ അത് വിമാനത്തിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലുള്ള ഒരു വീക്ഷണമായിരിക്കുമോ നടത്തുക? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും അങ്ങനെയാണല്ലോ. വയനാട്ടിൽ പ്രത്യേകിച്ചും ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളൊക്കെ തന്നെ ഹെലികോപ്റ്ററിൽ ആണ് അദ്ദേഹം ആ പ്രദേശങ്ങളൊക്കെ നേരിൽ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രിയും അത്തരത്തിലായിരിക്കുമല്ലോ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. അതുകൂടാതെ അവിടെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ അദ്ദേഹം കാണുമോ? അത്തരം വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഐസൺ ജോസ്?
വിനോദ്, അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഒന്നും തന്നെ ഔദ്യോഗികമായി നമുക്ക് ലഭ്യമായിട്ടില്ല. SKMG സ്കൂളിൽ ഉൾപ്പെടെ ഈ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ പ്രധാനമന്ത്രിയുടെ SPG പ്രത്യേക നിരീക്ഷണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ട്രയൽ റൺ പല റൂട്ടുകളിലും നടക്കുന്നുമുണ്ട്. ഈ റൂട്ടുകളിൽ നടക്കുന്ന ട്രയൽ റണ്ണുകളിൽ നിന്നും ട്രയൽ റൺ ഷെഡ്യൂളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പല സ്ഥലങ്ങളും നേരിട്ട് സന്ദർശിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഉരുൾപൊട്ടലിന്റെ ക്രൗൺ അല്ലെങ്കിൽ അതിന്റെ മൂലസ്ഥാനമായി കണക്കാക്കുന്ന ഉന്നതമായ മലനിരകളുടെ ഭാഗത്തേക്കൊന്നും സാധാരണഗതിയിൽ എത്തിപ്പെടുക സാധ്യമല്ല. അവിടെയൊക്കെ ഒരു പക്ഷേ ഹെലികോപ്റ്റർ നിരീക്ഷണം തന്നെയായിരിക്കും ഉണ്ടാവുക. എന്നാൽ ദുരന്ത ബാധിതരെ നേരിട്ട് കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. അത് അനിവാര്യവുമാണ്. കാരണം അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ ഈ ഇത്തരത്തിലുള്ള ദുർഘടമായ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ ചെന്നെത്തുന്നത് ഏറെ പ്രത്യേകിച്ച് ഉന്നതരായ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലുള്ള ഉന്നത പദവി വഹിക്കുന്നവരെയൊക്കെ അപകടകരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഏറെ റിസ്ക് ഉള്ള കാര്യമായതിനാൽ തന്നെ ഒരുപക്ഷെ അത്തരം മേഖലകളിൽ മനുഷ്യവാസം ഇപ്പോൾ നിലവിൽ മനുഷ്യരുള്ള ഭാഗങ്ങളിലെല്ലാം അവരെ നേരിട്ട് കാണുക, അല്ലാതെ മറ്റു ഇടങ്ങളിൽ അതായത് ഈ അപകടം പിടിച്ച ഇത്തരത്തിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നിരീക്ഷണം നടത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. തീർച്ചയായും എത്തിപ്പെടാൻ സാധ്യമല്ലാത്ത സ്ഥലങ്ങൾ തന്നെയാണ് ഇതെല്ലാം സാധാരണ രീതിയിൽ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വ്യോമ നിരീക്ഷണത്തിനുള്ള സാധ്യതയും നമുക്ക് കണക്കാക്കാൻ സാധിക്കും. തീർച്ചയായും പ്രധാനമന്ത്രി അവിടെ എത്തുമ്പോൾ ഈ ഭാഗങ്ങൾ ദുരന്ത ബാധിത പ്രദേശങ്ങൾ വ്യോമ നിരീക്ഷണം നടത്താൻ തന്നെയാണ് സാധ്യത. അതുകൂടാതെ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകളെ നേരിൽ കണ്ട് അവരുടെ പ്രയാസം കൂടി മനസ്സിലാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട്ടിലേക്ക് എത്തുന്നത്. അതുകൂടാതെ കേന്ദ്ര സംഘവും ഇന്നെത്തുന്നു. വിവരങ്ങൾ നൽകിയത് ഐസൺ ജോസ് ആണ്.